ശ്രീരസ്തു. ഇന്ന് കർക്കിടകം 2. രാമായണ ചരിത്രം. വാൽമീകി രാമായണവും വസിഷ്ഠ രാമായണവും ചേരുമ്പോഴേ രാമായണം കഥ എല്ലാ അർത്ഥത്തിലും പൂർത്തിയാകൂ. രണ്ടും കൂടി ഇത്രയും വായിക്കാൻ ക്ലേശമുള്ള കാലത്തിനു വേണ്ടി വ്യാസഭഗവാൻ ആധ്യാത്മ രാമായണം എഴുതി എന്നും വിശ്വസിക്കപ്പെടുന്നു. രാമായണ പാരായണ രീതി എങ്ങനെ? നിത്യം രാമായണം വായിക്കുന്ന രീതി ഇന്നും കേരളത്തിലുണ്ട്. ഏറ്റവും ഉത്തമമായ വായന അതുതന്നെ. പക്ഷേ കർക്കിടക മാസത്തിൽ വ്രതം പോലെ രാമായണം വായിക്കാനും മനനം ചെയ്യാനുമായി പിൽക്കാലത്ത് ശീലിച്ചു തുടങ്ങി. പാരായണം. അശുഭ സംഭവങ്ങൾ വരുന്ന ഭാഗം പാരായണം ചെയ്ത് നിർത്തരുത്. ആ ഭാഗം തുടങ്ങുകയും ചെയ്യരുത്. ഒരു സന്ദർഭത്തിൻ്റെ മധ്യത്തിൽ വെച്ച് നിർത്തരുത്. ചില ദിവസങ്ങളിൽ തലേ ദിവസം വായിച്ച ചില ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതായും വരും. കഥയുടെ ഒഴുക്കിനു വേണ്ടിയാണത്. ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ് വായിച്ച് സമർപ്പിക്കേണ്ടത്. പാരായണ ചിട്ടകൾ. കുളിച്ച് ശുദ്ധി വരുത്തണം. ശുഭവസ്ത്രം ധരിക്കണം. ഭസ്മമോ ചന്ദനമോ തൊടണം. നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. 2 or 5 തിരികളിടാം. കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വായിക്കണം. ആവണിപ്പലകയിൽ ഇരുന്നായിരുന്നു പണ്ടുള്ളവർ വായിച്ചിരുന്നത്. ഇപ്പോൾ പായയിലോ തുണിയിലോ ഇരുന്ന് വായിക്കാം. വെറും നിലത്ത് ഇരുന്ന് വായിക്കരുത്. വെറും നിലത്ത് രാമായണം, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വയ്ക്കരുതെന്ന് വിധിയുണ്ട്. ശ്രീ ഹനുമാനും വേണം ഒരു ഇരിപ്പിടം. രാമായണം വായിക്കുന്ന ദിക്കിൽ ശ്രീ ഹനുമാന്റെ സാന്നിധ്യമുണ്ട്. അതിനാൽ ആഞ്ജനേയന് ഇരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കിയിടണം. സന്ധ്യാവേളയിൽ ശ്രീ ഹനുമാന് സന്ധ്യാവന്ദനം ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ആ സമയം പാരായണം പാടില്ലെന്ന് പൂർവികർ ഉപദേശിക്കുന്നു. പാരായണത്തിനു മുമ്പ് ശ്രീ മഹാഗണപതി, സരസ്വതി, ഗുരു, വാൽമീകി മഹർഷി, തുഞ്ചത്ത് ആചാര്യൻ, ശ്രീരാമൻ, ആഞ്ജനേയൻ ഇവരെ സ്മരിച്ചിട്ട് വേണം പാരായണം ആരംഭിക്കാൻ. ഇതിനുള്ള അർത്ഥസമ്പുഷ്ടമായ ശ്ലോകങ്ങൾ അനവധിയുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ രാമായണ പാരായണം ചിട്ടയോടും ശുദ്ധിയോടും മനസാന്നിധ്യത്തോടും കൂടി പാരായണം ചെയ്യുന്നതിലൂടെ എല്ലാ ഗുണങ്ങളും വന്നു ചേരും. ശ്രീരസ്തു.